എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 110 സങ്കീർത്തനം 7 വാക്യം. സങ്കീർത്തനം 110:7. അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും, അതുകൊണ്ട് അവൻ തല ഉയർത്തും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ദാഹമുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം എന്നതാണ് കഴിഞ്ഞ ചിന്തയിൽ നമ്മൾ പങ്കുവച്ചത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കുന്നവർ. ജീവിപ്പിക്കുന്ന വെള്ളങ്ങൾ എല്ലാവർക്കും ഒരുപോലെ നൽകപ്പെട്ടിരിക്കുന്നു എങ്കിലും അനുഭവിക്കുന്ന ആളിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അനുഭവത്തിനും വൈവിധ്യമുണ്ടാവും എന്നത് ഒരു താത്വികമായ അവലോകനമാണ്. എന്ത് താല്പര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുന്നുവോ ആ താല്പര്യവും വിധേയത്വവും അനുസരിച്ച് മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. വഴിപോക്കരുടെ ഉദ്ദേശം അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനാണ്. യാത്ര ചെയ്തു പോകുന്ന വഴിയിൽ അവർ ക്ഷീണിതരാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ ദാഹം ശമിപ്പിക്കാനായി അന്വേഷണം തുടങ്ങും. അങ്ങനെയാണ് വഴിയരികെ തോട് കാണുന്നത്. വളരെ സന്തോഷത്തോടെ കുടിച്ചിട്ട് ദാഹം ശമിപ്പിക്കുന്നു. എന്നിട്ട് ഒരു ഭാവവ്യത്യാസവുമില്ലാതെ യാത്ര തുടരുന്നു. അവർക്ക് തോട്ടിലെ വെള്ളത്തെപ്പറ്റി ചിന്തയോ കരുതലോ ഒന്നുമില്ല. തൽക്കാലത്തേക്ക് അവർക്ക് ഉപകരിച്ചു എന്ന് മാത്രം. ഇതുപോലെയുള്ള ചില കൂട്ടരുണ്ട്. ജീവിതയാത്രയിൽ പരിക്ഷീണരാകുമ്പോൾ താൽക്കാലിക ആശ്വാസത്തിനും വിടുതലിനുമായി ദൈവസന്നിധിയിൽ വരുന്നു. അവിടെ നിന്ന് പ്രാപിച്ച അനുഗ്രഹത്തോടും വിടുതലോടും കൂടെ വീണ്ടും തികച്ചും നിർവിചാരികളായി ജീവിതയാത്ര തുടരുന്ന ഒരു കൂട്ടം ആളുകൾ. അങ്ങനെയുള്ളവർ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കുന്നവരാണ്. മറ്റൊരു കൂട്ടർ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരുന്നവരാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും എന്ന് കാണുന്നു. ഈ വാക്യത്തിൻ്റെ മുൻപിലത്തെ വാക്യത്തിൽ യഹോവയെപ്പറ്റി 4 പ്രാവശ്യം പറഞ്ഞ് പ്രവാചകൻ സന്തോഷിക്കുന്നതായി കാണാം. യഹോവ എൻ്റെ രക്ഷ, യാഹ് എൻ്റെ ബലം, എൻ്റെ ഗീതം, വീണ്ടും എൻ്റെ രക്ഷ എന്നിങ്ങനെ 4 പ്രാവശ്യം പറഞ്ഞ് സന്തോഷിക്കുന്ന വാക്കുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യും, ഞാൻ ആശ്രയിക്കും, രക്ഷയുടെ ഉറവുകളിൽ നിന്ന് ഞാൻ വെള്ളം കോരും. അവർ വ്യക്തിപരമായ ദൈവത്തെയും അവിടുത്തെ സന്തോഷത്തെയും രുചിച്ചറിഞ്ഞവരാണ്. സന്തോഷമുണ്ട്, പാട്ടുണ്ട്, എന്നും ആനന്ദിക്കാൻ ഉറവയുമുണ്ട്. എന്നാൽ അവരുടെ സന്തോഷം രക്ഷയുടെ സന്തോഷത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. സ്വന്തം വീട്ടിലെ വറ്റാത്ത കിണറ്റിൽ നിന്ന് വെള്ളം കോരി സ്വയമായി അനുഭവിക്കുന്ന തൃപ്തിയും സന്തോഷവുമാണ് അവരുടേത്. അനുഭവങ്ങൾ വളരെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. വീഞ്ഞും പാലും വാങ്ങി സ്വയം മോദിക്കുന്ന അനുഭവമാണ്. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നില്ല. മറ്റാരെയും കുറിച്ച് ആത്മഭാരമോ ചിന്താഭാരമോ അങ്ങനെയുള്ളവർക്ക് ഇല്ല. മറ്റൊരു കൂട്ടരെയും കൂടെ നമുക്ക് പരിചയപ്പെടാം. ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്ന നദികളുടെ അനുഭവം ഉള്ളവർ. വിശുദ്ധ യോഹന്നാൻ 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഒരിടത്ത് നിന്ന് നദികൾ ഒഴുകിത്തുടങ്ങിയാൽ അവയുടെ പ്രവാഹത്തെ ആർക്കും നിയന്ത്രിക്കാനാവില്ല. അവയുടെ ഉപയോഗവും പ്രയോജനവും വർണ്ണിക്കാൻ കഴിയില്ല. അനേക ശതം മൈലുകളിലുള്ളവർക്കെല്ലാം അവയുടെ പ്രയോജനം അനുഭവിക്കാനിടയാകും. അനേകർക്ക് അനുഗ്രഹമായും പ്രയോജനപ്രദമായും നദികൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. ശ്രദ്ധ വെച്ച് കേൾക്കുന്നവരുടെ ഒടുങ്ങാത്ത ചുമതലയും അനുഗ്രഹവുമാണ് ഇവിടെ കാണുന്നത്.
അവരുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ നദിയുടെ ഉറവുകൾ അനർഗളമായി ഒഴുകിക്കൊണ്ടേയിരിക്കും. അവർക്കാണ് ദാവീദിൻ്റെ നിശ്ചല അഥവാ നിശ്ചയ കൃപകൾ എന്ന ശാശ്വത നിയമം നൽകുന്നത്. അവിടുന്ന് ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ അവിടുത്തേക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് മലാക്കി പ്രവാചകന്റെ പുസ്തകം 3:17 നമ്മൾ വായിക്കുന്നു. എത്ര മനോഹരമായ അനുഭവമാണ് ഇത്! കാക്ഷിക്കാനും അനുഭവിക്കാനും ദൈവം നമ്മെ പ്രാപ്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവവചനത്തോടും അങ്ങയോടും ദാഹമുള്ളവരായിരിക്കാൻ, തൃപ്തരായിരിക്കാൻ, കർത്താവെ, അങ്ങിൽ നിന്ന് പ്രാപിക്കുന്ന തൃപ്തിയും നല്ല അനുഭവങ്ങളും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്പ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ മറ്റുള്ളവരുടെ അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. തളരാതെ അടിയങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുതൽ കൂടെ ഇരിക്കണം. യേശു മിശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും അനുഗ്രഹവും സാന്നിധ്യവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.